ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 12ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകമാണ്. 12ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 1ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് സംശയം ചോദിച്ചിരുന്നു. ആരാണ് പരിപൂർണത നേടുന്നവർ? എല്ലാ സമയവും അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരാണോ, അല്ലെങ്കിൽ പ്രത്യക്ഷമല്ലാത്ത അവ്യക്തിഗത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരാണോ? ആരാണ് കൂടുതൽ പരിപൂർണത നേടുന്നവർ എന്ന് അർജുനൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഭഗവാൻ ഈ 2ാമത്തെ ശ്ലോകത്തിൽ നൽകുന്നത്. ശ്ലോകം നോക്കാം. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയോ പരയാ പേദ തേ മേ യുക്തതമാ മദഃ. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. ഒട്ടും സംശയത്തിനിട നൽകാത്ത വിധം ആരാണ് പരിപൂർണത നേടുന്നവർ എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് ഉത്തരം നൽകുകയാണ്. അപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ പറയാണ്, എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുക. അങ്ങനെയുള്ള ആളാണ് ആര്? യുക്തതമ എന്ന പദം കൊണ്ട് ഭഗവാൻ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ യുക്തതമ എന്നാൽ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എന്നതാണ്. യുക്തതര, യുക്തതമ. അപ്പോൾ ഈ യുക്തതമയാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു യോഗ്യത ഒരാൾ ആർജിക്കാനില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ 11ാമത്തെ അധ്യായത്തിൻ്റെ 55ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത്, അല്ലേ? എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, മത് കർമ്മ, മത് പരമ, എന്നെ ആരാധിക്കുക. പിന്നെ മത് ഭക്ത, എൻ്റെ ഭക്തനാവുക. സംഘവർജിത, മറ്റുള്ള കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിക്കുക. നിർവൈര, മറ്റുള്ള സഹജീവികളോട് വൈരമില്ലാത്തവനായി, ശത്രുതയില്ലാത്തവനായി ദയോടുകൂടി നിൽക്കുക. സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണുക. മത് പരമ, എന്നെ പരമമായിട്ട്, അൾട്ടിമേറ്റായിട്ട് എന്നെ കണക്കാക്കുക. ഇങ്ങനെയുള്ള ഒരാളാണ് എന്നെ പ്രാപിക്കുക. സ മാമേതി പാണ്ഡവ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതേ കാര്യം തന്നെയാണ് ഭഗവാൻ ഇവിടെ നമ്മളോട് പറയുന്നത്, പരിപൂർണത നേടുന്ന ആളുകളെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ വ്യക്തിരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രീകരിച്ച് ഭക്തി ശ്രദ്ധയോടു കൂടിയിട്ട് ഭഗവാനെ ആരാധിക്കുക. ശ്രദ്ധ എന്ന വാക്കിന് ഇവിടെ വിശ്വാസം എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാനോട് വിശ്വാസമുള്ളവരായി നമ്മൾ തീരുക. ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും എന്ത് പരിതസ്ഥിതിയിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും, ഭഗവാനാണ് എൻ്റെ നാഥൻ എന്നുള്ള വിശ്വാസത്തിൽ മുന്നേറി പോവുക. അപ്പോൾ ഒരാൾക്ക്, അല്ലേ, ഒരു കൃഷ്ണാവബോധം ഉദിച്ചൊരു വ്യക്തിക്ക് എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും ഭഗവാന്റെ സേവനങ്ങളിൽ മുഴുകാനും എന്ത് തന്നെ പ്രവൃത്തികൾ ചെയ്താലും അത് ഭഗവാനെ കേന്ദ്രീകരിച്ച് ചെയ്യുവാനും അയാൾക്ക് സാധിക്കും. അപ്പോൾ അത്തരം ഒരാൾ തീർച്ചയായിട്ടും ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത്തരം ഒരു അവസ്ഥയെ സമാധി എന്നാണ് ഇവിടെ പ്രഭുപാദ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ കൃഷ്ണന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ഭഗവാന് വേണ്ടി രുചിച്ചു നോക്കാതെ പാകം ചെയ്യുകയും ഭഗവാന് നിവേദിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ പ്രസാദം സ്വീകരിക്കുക. അതുപോലെ തുളസി മഹാറാണിയുടെ ജലസേചനവും പരിചരണവും എല്ലാം ചെയ്യുക. ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള നാമജപത്തിൽ മുഴുകുക. ഭഗവാന്റെ അമ്പലം വൃത്തിയാക്കുക. ഭഗവാന് വസ്ത്രങ്ങൾ തുന്നുകയും ഭഗവാനെ അണിയിച്ചൊരുക്കുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഭഗവാന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഭഗവാന് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ജീവിതത്തിൽ ചിട്ടപ്പെടുത്താനും സാധിക്കും. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അല്ലാതെ യോഗ പോസ്റ്ററിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിംഗ് പോസ്റ്ററിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ച് ധ്യാനിക്കുന്നതല്ല സമാധി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമയവും ജീവിതവും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ട് റീഅറേഞ്ച് ചെയ്യുകയും ഭഗവാന് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുകയും ഭഗവാനിലേക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയും വിശ്വാസവും കൊണ്ടുവരികയും ചെയ്യുക.
അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് പരിപൂർണത നേടുന്നത്. അദ്ദേഹത്തിന് എല്ലാ സമയവും ഭഗവാനെ പറ്റി ചിന്തിക്കാനും ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യുക്തതമ എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അവ്യക്തിഗതവാദിയുടെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവ്യക്തിഗതവാദി വരുന്ന മാർഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ.